മോഹൻലാൽ എന്ന നടനെ എനിക്ക് ഏറ്റവും കൂടുതൽ കാണാൻ താല്പര്യം സാധാരണക്കാരൻ്റെ റോളിലാണ്. കുറച്ചുകൂടി വ്യക്തമാക്കിയാൽ, തന്നെക്കാൾ ഉയരത്തിൽ നിൽക്കുന്ന ഒരാളോട് അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളോട് പടപൊരുതേണ്ടി വരുന്ന ഒരു സാധാരണക്കാരൻ്റെ കഥാപാത്രം. എന്നാൽ 2000-ന് ശേഷം അതുപോലുള്ള കഥാപാത്രങ്ങൾ മോഹൻലാൽ അധികം ചെയ്തിട്ടില്ല. 2000 മുതൽ 2010 വരെയുള്ള കാലഘട്ടത്തിൽ 2 സിനിമകളാണ് ഈ കാറ്റഗറിയിലായി മോഹൻലാലിൻ്റെതായി വന്നിട്ടുള്ളത്. അതിലൊന്ന് ബാലേട്ടനാണ്, രണ്ടാമത്തേതാണ് ഈ ചിത്രം. ബാലേട്ടൻ എന്ന സിനിമ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റെക്കഗ്നൈസ് ചെയ്യപ്പെട്ട് ഇന്നും ആളുകൾ ഓർത്തിരിക്കുന്ന ഒരു സിനിമയാണ്. എന്നാൽ ഈ സിനിമയെപ്പറ്റി കാലങ്ങൾക്കിപ്പുറം അധികം ആരും എവിടെയും പറഞ്ഞു കേട്ടിട്ടില്ല. പണം കൊണ്ടും സ്വാധീനം കൊണ്ടും ആൾബലം കൊണ്ടും നായകനേക്കാൾ ഒരുപാട് ഉയരത്തിൽ നിൽക്കുന്ന വില്ലൻ തൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നായകനെ 4 പാട് നിന്ന് ആക്രമിക്കുകയും എന്നാൽ കൈക്കരുത്തിലൂടെ മാത്രമല്ലാതെ ബുദ്ധിയിലൂടെയും ആത്മവിശ്വാസത്തിലൂടെയും ഇതിനെതിരെ ചെറുത്തുനിൽപ്പ് നടത്തി അവർക്കെതിരെ അന്തിമമായി വിജയം നേടിയെടുക്കുന്ന ഒരു സാധാരണക്കാരൻ്റെ റോൾ ലാലേട്ടൻ്റെ കൈകളിൽ ഭദ്രമായിരുന്നു. താൻ പ്രൊഫഷണൽ ലെവലിൽ ആർട്ടിഫിഷ്യലായി കള്ളരേഖകൾ ഉണ്ടാക്കുന്ന സെറ്റപ്പ് പുറം ലോകം അറിഞ്ഞതിനു ശേഷം ജഗതി ശ്രീകുമാർ പറയുന്ന ഒരു ഡയലോഗ് ഇന്നും എൻ്റെ ഫേവറേറ്റ് ആണ്. ദൈവമേ, ഇനി ആ ജഡ്ജിയുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും എന്നതായിരുന്നു ആ ഡയലോഗ്. അപ്പം അമിക്കസ് ക്യൂരി എന്ന വാക്ക് നമ്മളൊക്കെ ആദ്യമായി കേൾക്കുന്നതും ഒരുപക്ഷെ ഈ സിനിമയിലൂടെ തന്നെയായിരിക്കും.